അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മതവിരോധികളുടെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പേരിൽ ഇസ്ലാം വിരോധികളായ ഇസ്ലാം വിമർശകരായ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകം നുണകൾ നമ്മൾ ഇതുവരെ പിടിച്ചിട്ടുണ്ട്. അതിൽ പലതിനോടും ഇതുവരെ മറുപടി പറയാത്തവരുണ്ട്. ചിലവർ ആളുകൾ മാപ്പ് പറഞ്ഞതൊക്കെ ഉണ്ട്. ഏതായാലും നമുക്കൊരു പുതിയ ഒരു നുണയിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ നുണ പറയുന്നത് ഇ എ ജബ്ബാർ എന്ന് പറയുന്ന പതിറ്റാണ്ടുകളായി കേരളത്തിൽ ഇസ്ലാം വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് ആദ്യം കേൾക്കാം. മാത്രമല്ല മുഹമ്മദ് അള്ളാഹുവിനേക്കാളും ഒക്കെ വലിയ സൂപ്പർ അള്ളാഹുവാണ് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഹദീസുകളുണ്ട്. അത് തന്നെ അവതരിപ്പിക്കുന്ന ഖുർആൻ വെളിപാടുകളും ഈ ഖുർആനിൽ നമുക്ക് കാണാം. മുഹമ്മദ് അള്ളാഹുവിന് സമമാണ് എന്ന് പറയുന്ന വാക്യങ്ങൾ മാത്രമല്ല, മുഹമ്മദ് അള്ളാഹുവിൻ്റെ ഒരു പടി മേലെയാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള വാക്യങ്ങളും ഈ ഖുർആനിൽ തന്നെ ഉണ്ട്. ഹദീസുകളിലാകട്ടെ അതിൻ്റെ ഒരു വലിയ കൂമ്പാരം തന്നെ നമുക്ക് കാണാം. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ലോകത്തല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ അള്ളാഹുവിനേക്കാളും ദൈവങ്ങളെക്കാളും ഒക്കെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് ഒരു മുഹമ്മദൻ കൾട്ട് രൂപീകരിച്ച് സ്വന്തം അനുയായികളെ വിഡ്ഢികളാക്കുന്നതിൻ്റെ ചിത്രം ഹദീസ് ഗ്രന്ഥങ്ങളിലും ഖുർആനിലും നിങ്ങൾക്ക് ഉടനീളം കാണാം. അപ്പോൾ ഹദീസ് ഗ്രന്ഥങ്ങളിലും ഖുർആനിലൊക്കെ ഉടനീളം കൂമ്പാരക്കണക്കിന് എന്താ ഉള്ളത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അള്ളാഹുവിനേക്കാൾ മുകളിലുള്ള ഒരു സൂപ്പർ അള്ളാഹുവാണ്, അള്ളാഹുവിനെ പോലെയാണ്, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലാണ് എന്നാണ്, ദൈവങ്ങളുടെ ദൈവമായിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ പറ്റും. ഹദീസിലൊക്കെ നോക്കിയാൽ കൂമ്പാരം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒരുപാട് കൂമ്പാരത്തിൽ കുറെ ഉണ്ടാവുമായിരിക്കും അല്ലെ? ഇവിടെ എത്ര വലിയ നുണയാണ്, ഒരു ലജ്ജയും ഇല്ലാതെ നുണ പറയാൻ കഴിയാന്നുള്ളത് അതിന് ആ ജബ്ബാർ മാഷിന്റെ തൊലിക്കെട്ടി സമ്മതിക്കണം. അവിടെ ഖുർആനിലും അതേപോലെ ഹദീസുകളിലും നമ്മൾ നോക്കിയാൽ അതിന് നേരെ വിപരീതമായിട്ടുള്ള ആശയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വെറും ദാസനാണ്, ഒരു പ്രവാചകൻ മാത്രമാണ്, ഒരിക്കലും അള്ളാഹുവിനെ പോലെയല്ല എന്ന് പറയുന്ന ഒരുപാട് രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിലെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാനിലെ 144-ാമത്തെ വചനം. അതിൽ അള്ളാഹു പറയുന്നത് ഞാനൊന്ന് ആദ്യം പാരായണം ചെയ്യാം. أعوذ بالله من الشيطان الرجيم وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. ഇവിടെ ആ ആയത്ത് ഓതി തുടങ്ങിയതുകൊണ്ട് അത് പൂർത്തിയാക്കിയതാണ്. കുറച്ച് സുദീർഘമായ ഒരു വചനമാണ്. അതിൽ ആദ്യത്തെ ഭാഗം തന്നെ വളരെ കൃത്യമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് കൃത്യമായി അള്ളാഹു തന്നെ ഖുർആനിൽ പറയുകയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ, മുഹമ്മദ് ഒരു റസൂൽ അല്ലാതെ മറ്റൊന്നുമല്ല, ഒരു ദൂതനല്ലാതെ, ഒരു മെസ്സഞ്ചർ അല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറയാണ്. അവിടെ തന്നെ ജബ്ബാർ മാഷിന്റെ കളവ് പൊളിഞ്ഞു. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനേക്കാൾ വലിയവനാണ് എന്ന് പറയുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? റസൂൽ അല്ലാതെ മറ്റൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഒരു ദൂതനല്ലാതെ മറ്റൊന്നുമല്ല. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, അദ്ദേഹത്തിന് മുമ്പ് വേറെയും ഒരുപാട് പ്രവാചകന്മാർ, വേറെയും ഒരുപാട് ദൂതന്മാർ കടന്നു പോയിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ ശൃംഖലയുടെ ഒരു തുടർച്ച മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അവസാനം മാത്രമാണ് മുഹമ്മദ് നബി എന്ന് വെച്ചാൽ ജീസസ്, മോസസ്, അങ്ങനെയുള്ള മുൻ പ്രവാചകന്മാരുടെ തുടർച്ചയായി ഒരു പ്രവാചകൻ മാത്രമാണ് മുഹമ്മദ് എന്ന് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടാണ്, വളരെ കൃത്യമായിട്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇനി ഹദീസുകളിലാണ് കൂമ്പാരക്കണക്കിന് മൂപ്പരുടെ മാത്രമല്ല, ഖുർആനിൽ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. മുഹമ്മദ് നബിക്ക് ദിവ്യബോധനം, വഹി നൽകപ്പെടുന്നു എന്നുള്ള പ്രത്യേകത മാത്രമാണ്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ വചനം തന്നെ അതാണ് പറയുന്നത്. അദ്ദേഹം നിങ്ങൾപ്പെട്ട നബിയെ പറയുക, മനുഷ്യൻ മാത്രമാണ്. അപ്പോൾ ഇത് പിന്നെ വിശ്വാസികളായ ആളുകൾ ആരെങ്കിലൊക്കെ ഈ ജബ്ബാറിന്റെ ഒക്കെ സംസാരങ്ങൾ കേട്ടിട്ട് ഇതിൽ എന്തെങ്കിലും സത്യത്തിന്റെ അളവുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, നിങ്ങൾ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചയും കഹ്ഫ് ഓതാറുണ്ട്, ആ കഹ്ഫിന്റെ ഏറ്റവും അവസാനത്തെ ആയത്ത് മാത്രം നോക്കിയാൽ മതിയാവും അല്ലെ? ജനങ്ങളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലെങ്കിൽ പറയാണ്, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വഹി നൽകപ്പെടുന്നുണ്ട്, ദിവ്യബോധനം നൽകപ്പെടുന്നുണ്ട് എന്ന ഒരു പ്രത്യേകതയാണ് എനിക്കുള്ളത്. മാത്രമല്ല ഇതിൽ ഒരുപാട് നമുക്കിത് വിശദീകരിക്കാന്ന് വെച്ചാൽ, എങ്ങനെയാണ് ഇത്രയും വലിയൊരു കളവിനെ നമുക്ക്, ഖുർആന്റെ മൊത്തം ഇതിനെതിരാണ്.
ഈ പറയുന്ന കളവ് പറയാൻ ഒരു ഒരു മടിയില്ല എന്ന് മടിയില്ലാതെ വീണ്ടും വീണ്ടും yes. തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള. കാരണം അവിടെയുള്ള മക്ക മുശ്രിക്കുകളായ ആളുകൾ ഉം. അവർ പറഞ്ഞ ഒരു ചില വാചകങ്ങളുണ്ട്. അതായത് പിന്നെ അള്ളാന്റെ ദൂതനാണെങ്കിൽ ഒരു മലക്കിനെ അയച്ചുകൂടായിരുന്നു. അതെ. ഇത് ഞങ്ങളെപ്പോലെ തിന്നുകയും ഞങ്ങളെപ്പോലെ വിശ്രമിക്കുകയും ഞങ്ങളെപ്പോലെ ഉറങ്ങുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെയാണല്ലോ അയച്ചത് എന്ന് അതെ. അവിടെയുള്ള ആളുകൾ പറഞ്ഞതും അതിന് തിരിച്ച് മറുപടി പറഞ്ഞതൊക്കെ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. ഇങ്ങനെ ഉടനീളം മുഹമ്മദ് നബി ഒരു മനുഷ്യനാണ്. അത് പിന്നെ മറ്റുള്ളവർ ആക്ഷേപമായി പറഞ്ഞതും അതിന് മറുപടിയായി പറഞ്ഞതും അതേപോലെ തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നതും ഞാനൊരു മനുഷ്യൻ മാത്രമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രവാചക ശൃംഖലയുടെ തുടർച്ച മാത്രമാണ് എന്നൊക്കെ നിരന്തരമായി പറയുന്നത് മാത്രമാണ് നമുക്ക് ഖുർആനിൽ കാണാം. ഏതെങ്കിലും ഒരു വാചകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളയാണ് അല്ലെങ്കിൽ അള്ളയേക്കാൾ മുകളിലാണ് എന്ന് പറയുന്ന ഒരു വാചകം, ഒറ്റ വാചകം കാണിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ഈ ജബ്ബാറിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. കാരണം ഈ ഇവിടെ മൈത്രേനൊക്കെ നമ്മൾ വെല്ലുവിളിച്ച് ഒരു നല്ല വാചകം ഞങ്ങൾ ആയിരക്കണക്കിന് നല്ല വാചകങ്ങൾ അങ്ങോട്ട് പല ആളുകളായി വീഡിയോകൾ കൊടുത്തു, അതിന് പ്രതികരണമില്ല. ഏതായാലും ജബ്ബാർ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ഒരു വാചകത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് മുകളിലാണ് എന്ന് പറയുന്ന ഒരു ആയത്തെങ്കിലും കൊണ്ടുവരാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഈ നുണ അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇത് ഖുർആനിലാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ഖുർആനിലും ഉണ്ട്. അപ്പോൾ ഖുർആനിൽ ഏതായാലും നമ്മൾ പരിശോധിച്ചു, ഹദീസിൽ കൂമ്പാരം ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആ കൂമ്പാരമുള്ള ഹദീസുകളിലേക്ക് ഹദീസുകൾ വേറെ രണ്ടെണ്ണം നമുക്ക് കാണിച്ചു കൊടുക്കാം. വേറെ രണ്ടെണ്ണം കാണിച്ചു കൊടുത്താൽ മതി. വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്വഹാബത്തിന്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നു. ഇപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിലെ 3445 ഹദീസാണ്. അതേപോലെ ഈ ഹദീസ് വേറെയും ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികൾക്ക്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്ക്, അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കാണ്, ലാ തുറൂനി കമാ അത്റത്തിൻ നസാറ ബിന മറിയം. മറിയമിൻ്റെ മകനായ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ, അതായത് ക്രൈസ്തവർ യേശു എന്ന് വിളിക്കുന്ന ആ പ്രവാചകനെ നസാറാക്കൾ, അതായത് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ പുകഴ്ത്തരുത്, അമിതമായി നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇപ്പോൾ യേശുവിനെ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ പുകഴ്ത്തിയത്? ദൈവമാണല്ല ദൈവപുത്രനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ദൈവപുത്രനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയാണ് ക്രിസ്ത്യാനികൾ കാണുന്നത്. അതിനെയാണ് അമിതമായ പുകഴ്ത്തലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. അതേപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബി മറ്റൊരു വചനത്തിൽ നമുക്ക് ലാ തജ്അൽ ഖബരി വസന യുഅബദ്, നിങ്ങൾ എൻ്റെ ഖബറിനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖബറിനെ ഒരു ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി നിങ്ങൾ മാറ്റരുത്, അതുപോലെ തന്നെ ഒരു ആഘോഷത്തിന്റെ സ്ഥലമാക്കി നിങ്ങൾ മാറ്റരുത് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട്. അതായത് ക്രൈസ്തവർക്ക് സംഭവിച്ചത് എന്താണോ, അവരുടെ പ്രവാചകനെ അവരെന്ത് ചെയ്തു? ദൈവമാക്കി പുകഴ്ത്തി, ആ പുകഴ്ത്തലിന്റെ തുടർച്ചയായിക്കൊണ്ട് ദൈവമാക്കി അല്ലെങ്കിൽ ദൈവപുത്രനാക്കി ഉയർത്തി. അങ്ങനെ ഒരു ഉയർത്തൽ എനിക്ക് പാടില്ല. കാരണം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ അധ്യാപനം എന്ന് പറയുന്നത് പടച്ചവനെ മാത്രം, ഏകനായ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. ആ ആരാധിക്കുക എന്ന് പറയുന്ന ആ സന്ദേശം കൊണ്ടുവന്ന ഒരു മെസ്സഞ്ചർ മാത്രമാണ് ഞാൻ. ഇതിന്റെ തന്നെ ബാക്കിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നുണ്ട്, ഫഇന്നമാ അന അബ്ദു, കാരണം തീർച്ചയായും ഞാൻ അവന്റെ ഒരു ദാസൻ മാത്രമാണ്, അള്ളാഹുവിന്റെ ദാസൻ, അടിമ മാത്രമാണ്, അടിമ മാത്രമാണ്. ഫഖൂലു, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് പറയുമ്പോൾ, എന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് പറയണം? അബ്ദുല്ലാഹി വറസൂലു, അള്ളാഹുവിന്റെ അടിമയും അതേപോലെ അള്ളാഹുവിന്റെ ദൂതനുമാണ് എന്ന് നിങ്ങൾ പറയണം എന്നാണ്. അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നാണ് മുഹമ്മദ് വിശ്വാസം പഠിപ്പിക്കുന്നത്. പക്ഷേ ജബ്ബാർ മാഷിന്റെ കളവ് എന്താണ്? അള്ളാഹിനേക്കാളും വലിയവനാണ് നബി വിശ്വാസം എന്ന് ഹദീസുകളിൽ കൂമ്പാര കണക്കിലുണ്ട്. അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ, ഇന്നി അബ്ദുള്ള എന്ന് റസൂൽ പറഞ്ഞു. അപ്പോൾ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞ, അതേപോലെ തന്നെ അത് പ്രഖ്യാപിച്ച, അമിതമായി പുകഴ്ത്തി കൊണ്ടുപോലും നിങ്ങൾ എന്നെ എന്ത് ചെയ്യരുത്, ഒരു ദൈവത്തിന്റെയോ ദൈവപുത്രൻ എന്ന രൂപത്തിലേക്കോ നിങ്ങൾ പറയരുത് എന്ന് പറഞ്ഞൊരു പ്രവാചകനെ കുറിച്ചാണ് ഹദീസുകളിൽ കൂമ്പാരമുണ്ടത്രേ. ഇങ്ങനെ നുണ പറയാൻ ഒരു ഉളുപ്പില്ല. അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇതും സ്വഹീഹായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറയാണ്, മാഷാ അല്ലാഹു വശിഅത. അപ്പോൾ നമ്മൾ പല നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ പറയും മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നടന്നു എന്ന് പറയാനാണ്. എന്നാൽ അതേസമയം ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് മാഷാ അല്ലാഹു വശിഅത, അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നടന്നു, താങ്കൾ ഉദ്ദേശിച്ചതുപോലെ നടന്നു. നബിയോടാണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ? നീ എന്നെ അള്ളാഹിന്റെ മോല, അതായത് അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ചതുപോലെ എന്ന് ജസ്റ്റ് കൂട്ടി പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാണ്, ഒരു അതിനെ വിമർശിക്കുന്ന രൂപത്തിൽ, ആക്ഷേപിക്കുന്ന രൂപത്തിൽ അതിനോട് ചോദിക്കാണ്, അജഅൽതനി ലില്ലാഹി നിദ്ദ,
നീ എന്നോട് അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ ഞാൻ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നീ അള്ളാഹുവിന് സമനാക്കുകയാണോ, അള്ളാഹുവിനെ പോലെയാക്കുകയാണോ? മാഷാ അള്ളാഹു വഹ്ദ എന്ന നീ പറയേണ്ടത് എന്താണ്? മാഷാ അള്ളാഹു വഹ്ദ, അള്ളാഹു ഏകൻ, അവൻ ഉദ്ദേശിച്ചുകൊണ്ട് കാര്യം നടന്നു, എന്നെ അതിൽ ഉൾപ്പെടുത്തരുതെന്നാണ്. അള്ളാഹുലേക്ക് ചേർത്തി ആ രൂപത്തിൽ പോലും ഉം. പ്രയോഗിക്കാൻ പോലും അതെ. പാടില്ല. അതേപോലെ തന്നെയാണ് ഇപ്പൊ ചില കുട്ടികൾ റസൂലിന്റെ സാന്നിധ്യത്തിൽ നാളെയുടെ കാര്യങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ ഭാവി അറിയുന്ന ഒരു റസൂൽ ഞങ്ങളുടെ കൂടെ ഉണ്ട് ഒരു കവിതയായി ഇങ്ങനെ പാടുമ്പോൾ അവിടെ പോലും എന്നുവെച്ചാൽ ദൈവത്തിന് ഉള്ള ഒരു പ്രത്യേകതയാണ് ഭാവി അറിയുക എന്നുള്ളത്. അവിടേക്ക് പോലും ദൈവത്തിന്റെ ഒരു ആട്രിബ്യൂട്ട് എന്നിലേക്ക് ചേർക്കേണ്ടതില്ല, അത് നിർത്തണം, അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന, എന്നുവെച്ചാൽ ഈ രൂപത്തിൽ ഒരു തനിക്കില്ലാത്തൊരു ദിവ്യത്വം അല്ലെങ്കിൽ തനിക്കില്ലാത്തൊരു ആട്രിബ്യൂട്ട് തന്നിലേക്ക് ചേർക്കപ്പെടുമ്പോൾ അവിടെ വളരെ ഗൗരവത്തോടു കൂടി അതിൽ ഇടപെടുകയും ഞാൻ അങ്ങനെയല്ല, ഞാനൊരു മനുഷ്യനാണ്, ഞാനൊരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, എന്നിലൂടെ വരുന്ന അത്ഭുതങ്ങൾ അല്ലെങ്കിൽ ദൃഷ്ടാന്തങ്ങൾ മുഅ്ജിസത്തുകൾ എന്ന് പറയുന്നത് ഞാൻ പ്രവാചകനാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്ന് വളരെ കൃത്യമായി കൊണ്ട് നിരന്തരം അത് തന്നെ പറയുന്ന, ഒരു നിലക്കും നിങ്ങൾ എന്നെ അള്ളാഹുവിനോ സമനാക്കരുത് എന്ന് വളരെ ഗൗരവത്തോടു കൂടി ഒരു പദപ്രയോഗത്തിൽ പോലും അങ്ങനെ വരുമ്പോൾ അവിടെ ഇടപെടുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചാണ് ഇത്രയും വലിയ നുണ പറയുന്നത്. എങ്ങനെയാണ് ഈ നുണകൾ ഒരല്പമെങ്കിലും ഖുർആനിന്റെ ഒരു ഭാഗമെങ്കിലും വായിച്ച ഒരാൾക്ക് ഇത് പറയാൻ പറ്റൂല, ഹദീസുകളിലൂടെ ഒന്ന് കണ്ണോടിക്കെങ്കിലും ചെയ്ത ഒരാൾക്ക് ഇത് പറയാൻ പറ്റൂല. പക്ഷെ എന്താണെന്നറിയില്ല, ഒരു ഇസ്ലാം വിരുദ്ധ പനി ബാധിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയും നുണകളുടെ കൂമ്പാരം ഇവിടെ അഴിച്ചുവിടുകയാണ് യഥാർത്ഥത്തിൽ ജബ്ബാർ ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ കളവ് പറഞ്ഞിട്ടും ഇതിനെ അംഗീകരിക്കുന്ന കുറെ ആളുകൾ, ജബ്ബാർ മാഷ് പറഞ്ഞതൊക്കെ സത്യമാണ്, എന്തോ വലിയ നഗ്ന സത്യങ്ങളാണ് എന്ന രൂപത്തിൽ അതിനെ കൊണ്ടു നടക്കുന്ന ആളുകളോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഖുർആൻ എന്താണ് പറഞ്ഞത്, ഹദീസുകൾ എന്താണ് പറഞ്ഞത് എന്നുള്ളത് വളരെ ക്ലിയർ ആയി ആർക്കും വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ആരുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് അറ്റ്ലീസ്റ്റ് നിങ്ങൾ മുസ്ലിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച ഓതുന്ന കഫിൻ്റെ അവസാനത്തെ ആയത്തെങ്കിലും വായിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, ആർക്കും കാണാൻ പറ്റുന്ന രൂപത്തിൽ ക്ലിയർ ആയ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് ഇതുപോലെയുള്ള ആളുകൾ പച്ച നുണകൾ തട്ടിവിടുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഇസ്ലാമിൻ്റെ അധ്യാപനം വളരെ ക്ലിയർ ആണ്. ഏകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും സൃഷ്ടിച്ച സട്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, നേർച്ച നേരാവൂ, അങ്ങനെ ആരാധനയുടെ ഭാഗമായ എന്തും പടച്ചവന് മാത്രമേ നൽകാവൂ എന്ന് പറയുന്ന വഹ്ദാനിയത്ത് തൗഹീദ് പഠിപ്പിച്ച റസൂല്, ആ റസൂല് അള്ളാനെ പോലെയാണ്, അള്ളാനെക്കാൾ വലുതാണ് എന്ന് പ്രമാണങ്ങളിലുണ്ടെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ തൊലിക്കട്ടി പോരാന്ന് മാത്രമല്ല, അത് കേട്ട് ജബ്ബാർ മാഷ് ഇതുവരെ ഖുറാനിലുണ്ട് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താത്ത അല്ലെങ്കിൽ ഇവിടെയുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ മറച്ചു വെച്ച എന്തോ കാര്യമൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട് എന്ന രൂപത്തിലൊക്കെ ഇത് കേട്ടിരിക്കുന്ന ആളുകളോട് നിങ്ങൾ കുറച്ചൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാവണം. പച്ച മലയാളത്തിൽ പോലും ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറിയാൽ തഫ്സീറുകൾ അവൈലബിൾ ആകുന്ന ഈ കാലത്ത് ഇത്രയും വലിയ നുണകൾ കേട്ട് തലയാട്ടി ലൈക്കടിച്ച് പോകുന്ന ആളുകളാകരുത്, അത്രത്തോളം അധപ്പതിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇങ്ങനെ ഇവരുടെ ഏത് വീഡിയോകൾ പരിശോധിച്ച് നോക്കിയാലും ഇതുപോലെയുള്ള നുണകളുടെ കൂമ്പാരമാണ് കാണാൻ പറ്റുന്നത്. അത് ഓരോ സീരീസായി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 15ാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാഹ് കൂടുതൽ ഇത്തരം മതവിരോധികളുടെ നുണകളുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.